റഷ്യയിൽ നിന്നും വെനിസുലയിൽ നിന്നുമുള്ള എണ്ണ നമുക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഉപയോഗിക്കണം. അങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കേണ്ടത്. ദിനം പ്രതി കുതിച്ചു വരുന്ന പാചക വാതക ഇന്ധന വിലവർദ്ധനവിൽ ജനജീവിതം വളരെയധികം ദുഷ്കരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി CPIM ഏറ്റെടുക്കുന്നത്. ഈ ഒരു പ്രതിഷേധ സമര പരിപാടികളുടെ തുടർച്ചയെന്നോണം CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിലക്കയറ്റം സൃഷ്ടിച്ച് കേന്ദ്രം വാഴും മോദി സർക്കാർ അറിയില്ലെങ്കിൽ CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ശക്തമായ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് വലിയ തോതിലുള്ള വിലക്കയറ്റത്തിലേക്ക്, ആഗോളമായി ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമത്തിലേക്ക് നമ്മുടെ നാടിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കെടുതികൾ രാജ്യത്തെ തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾ വലിയ തോതിൽ അനുഭവിക്കുകയാണ്. ഇതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്തതാണ്. അത് അടിയന്തരമായി റദ്ദ് ചെയ്യണം. അതിനു മുമ്പ് ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ തോതിൽ ഈടാക്കുന്നത് എക്സൈസ് ടാക്സ് ആണ്. 57% വിലയും ആ ടാക്സ് ആണ്. ആ ടാക്സ് വെട്ടിക്കുറയ്ക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഈ സംഭരണ ശേഷി ഉയർത്താൻ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം ഒരുക്കണം. റഷ്യയിൽ നിന്നും വെനിസുലയിൽ നിന്നുമുള്ള എണ്ണ നമുക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഉപയോഗിക്കണം. അങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കേണ്ടത്. അതിന് പകരം അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. കേരളത്തിൽ തുടർച്ചയായി UDF ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്നാണ്. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന VD സതീശൻ ഗവൺമെന്റ് തങ്ങളുടെ പഴയ നിലപാട് തുടരാനല്ല, മറിച്ച് ജനങ്ങൾക്ക് ആ ആശ്വാസം നൽകുന്നത് അതിന് തയ്യാറല്ല എന്ന ജനവിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ 2 നിലപാടുകൾക്കെതിരെയാണ് CPIMന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി അഭിവാദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഇത്തരം ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് CPIM നേതൃത്വം നൽകുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ ചാനൽ 2 പ്രേക്ഷകരോട് പ്രതികരിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്തേ, ഞാൻ ദേവി കൃഷ്ണ. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുക എന്നത് മാത്രമല്ല നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്മാർഗം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വീടിനും നാടിനും ഒരു മുതൽക്കൂട്ടായി നല്ല പൗരന്മാരായി വളരുക എന്നത് വളരെ അത്യാവശ്യമാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല CBSE സ്കൂളുകളിൽ ഒന്നായ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിലെ ശിക്ഷണം എൻ്റെ അനുഭവത്തിൽ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ഉന്നമനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നൽകുന്നത്. എൻ്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, celebrating 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ.